ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമുഖമായി ഒരു ചെറിയ തെറ്റ് പറ്റിയത് ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞ ഭാഗത്ത് ഇതിനു മുൻപുള്ള വിശദീകരണത്തിൽ പഠനത്തിൽ ഒരു ചെറിയ അബദ്ധം പറ്റി. അതായത് യോശുവയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് പിന്നെ 28 എന്നുള്ള വാക്യമായിട്ടാണ് വന്നത്. അത് വാസ്തവത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. 28-ാം വാക്യം എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യമാണ്. ആ കറക്ഷൻ ചേർത്ത് വായിച്ചാൽ സംശയമായി കിട്ടും എന്ന് വിനയപൂർവ്വം ഓർപ്പിക്കട്ടെ. നമുക്ക് തുടർന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യേശുക്രിസ്തു തന്നെ സംസാരിക്കുന്ന അതിമനോഹരമായ ചില ആത്മീയ സത്യങ്ങളെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിൽ 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ വാക്യം വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന വാക്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളെല്ലാവരും വിധിക്കുന്നവരുമാണ്. അപ്പോൾ കർത്താവ് തന്നെ അവിടെ അതിൻ്റെ 3-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു: സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ലേ, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയുവാൻ വെടിപ്പായി കാണാമല്ലോ. കർത്താവ് എന്ത് മനോഹരമായിട്ട് സിമ്പിളായിട്ടാണ് ആ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവമക്കളുടെ ഇടയിൽ പൊതുവിൽ കണ്ടുവരുന്ന ഒരു വലിയ ദൗർബല്യമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത്. ഈ ബൈബിൾ പഠന പരമ്പരയിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് പലപ്പോഴും മറ്റുള്ളവരെ പറ്റി ഞാൻ പരാമർശിക്കുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അവരെ വിധിക്കാൻ എനിക്കെന്ത് അവകാശം എന്ന് ഞാൻ തന്നെ സ്വയം ചോദിക്കാറുണ്ട്. പക്ഷെ വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നവരെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അത് പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്ന് എനിക്ക് സംശയമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ തീർത്തും അങ്ങനെ പറയുന്നത്. ദൈവം നേരിട്ട് സൃഷ്ടിച്ച ആദാമിനെയും ഹവ്വായെയും വസ്ത്രം പോലും ഉടുക്കാതെ വണ്ണം തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നവരെ ചതിച്ച പിശാച്, ഉപായത്താൽ ഹവ്വായെ ചതിച്ച പിശാച്, സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിക്കുവാൻ കടന്നു വന്ന പിശാച് നമ്മളെ വെറുതെ വിടുമോ? സകല മനുഷ്യരെയും തന്ത്രപൂർവം വളരെ വൈദഗ്ധ്യത്തോടെ വഞ്ചിച്ച് സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അബദ്ധത്തിലേക്ക് നടത്തുന്ന തന്ത്രപരമായ നീക്കമുള്ള പിശാചിൻ്റെ കുതന്ത്രങ്ങൾ നമ്മുടെ മുൻപിൽ കാണുന്നതുകൊണ്ടും അനുഭവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ തീർത്തും പറയുന്നത്, വചനവിരുദ്ധമായ എല്ലാം നാം തള്ളിക്കളഞ്ഞേ പറ്റൂ. അത് പൈശാചികമാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഏത് വിഷയം ആര് പറഞ്ഞാലും ആത്മീയ വിഷയം പറയുമ്പോൾ അത് വചനത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ശോധന ചെയ്തതിന് ശേഷമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ. അല്ലാത്തത് തള്ളിക്കളയുക തന്നെ വേണം. അക്കാര്യത്തിൽ 2 പക്ഷമില്ലേ ഇല്ല. ഓരോ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് പറഞ്ഞ് നാം തന്നെ ന്യായീകരണം കണ്ടെത്തുന്നത് ചതിയാണ്, വഞ്ചനയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. യേശു കർത്താവ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന സ്വയം കാണാൻ കഴിയാതെ സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ അന്യൻ്റെ കണ്ണിലെ കരടൻ തിരക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ എടുത്തു കളയാൻ ശ്രമിക്കുന്ന ആ ദൗർബല്യം പൊതുവിൽ പറഞ്ഞാൽ ദൈവമക്കളുടെ ഇടയിൽ ധാരാളമുണ്ടല്ലോ. നമ്മൾ ആ കർത്താവിൻ്റെ വാക്കുകൾ വളരെ ഗൗരവമായി ചിന്തിക്കണമേ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരായ നമുക്ക് പലപ്പോഴും ഒരുള്ള പ്രവണതയാണ് മറ്റുള്ളവരെ വിധിക്കുക, സ്വയം മനസ്സിലാക്കാൻ കഴിയാതെ പോവുക. യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു തിരുവചനം എൻ്റെ ഓർമ്മയിൽ വരുന്നു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൽ 24-ാം വാക്യം കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്:
കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. ദൈവജനം ഈ വാക്യം കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. നമ്മൾ പലപ്പോഴും പലതും കാണുന്നത് വെച്ച് വിധിച്ചാൽ സത്യമാകണമെന്നില്ല. അതിനപ്പുറം പല സത്യങ്ങളും കണ്ടെന്ന് വരാം. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ഈ വാക്യം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. നമ്മൾ പലപ്പോഴും കാഴ്ചപ്രകാരവും കേൾവിപ്രകാരവും ഒക്കെയാണ് വിധിക്കുന്നത്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിനെ പറ്റി യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരുന്ന യേശുവിനെ പറ്റി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട്. 53 വാക്യവും നമുക്കറിയാമല്ലോ. പലയിടത്തും അങ്ങനെ ആ വാക്യം യേശു ക്രിസ്തുവിനെ പറ്റി ക്വാളിഫിക്കേഷനായിട്ടാണ് പറയുന്നത്. കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കണ്ട് പ്രതികരിക്കാതെ സൗമ്യമായി ഉൾക്കൊള്ളുന്ന യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. ആ യേശു ശിഷ്യരായ നമുക്കും ആ നിലയിലൊരു കാഴ്ചപ്പാടും സമീപനവും ഉണ്ടാകട്ടെ ദൈവമക്കളെ. പലപ്പോഴും ഈ അർത്ഥം നമുക്ക് പറ്റാറുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ സുപരിചിതമായ വാക്യമാണ് 1-2 വാക്യങ്ങൾ. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിൻ്റെ 3-ാം വാക്യം, അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും, അവനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. കണ്ടോ, ഇത് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു വാക്യമാണ്. 1-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമാണ്, നമുക്കറിയാമല്ലോ. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടികൊണ്ടവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. ഇതൊക്കെ എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നലാണ്, 1000-ാം ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തു നടത്തുന്ന കാര്യത്തെപ്പറ്റിയുള്ള സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്ക് സങ്കീർത്തനം 19 വന്നാൽ അതിൻ്റെ 13, 12 വാക്യങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ: തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സ്വമേധാപാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. ഈ 2 വാക്യങ്ങൾ ദൈവജനമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കളെ. പലപ്പോഴും മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, അല്ലേ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്നാണ് 12-ാം വാക്യത്തിൽ ചോദിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. നമുക്ക് പലപ്പോഴും നമ്മുടെ തെറ്റ് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റ് വേഗത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. ദൈവജനത്തിന് സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ ദാവീദ് രാജാവ് ഊരിയയുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്ത തെറ്റുകൾ. ഒരു കൊലപാതകവും, അല്ലേ? 6-7 കൽപ്പനകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലെ 2 കൽപ്പനകൾ ലംഘിച്ച ദാവീദ്. എന്നാൽ അക്കാര്യത്തിൽ തനിക്കൊരു കുറ്റബോധം വേണ്ടവണ്ണം ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചിട്ട്, നാഥാൻ പ്രവാചകൻ ഒരു കഥ പറയുന്ന ചരിത്രം നമുക്കറിയാമല്ലോ. സമ്പന്നനായ ഒരു ഇഷ്ടം പോലെ സംഗതികളുണ്ട്, എന്നാലും സാധുവായൊരു മനുഷ്യനായ ഒരു കിടാവ് മാത്രമേ ഉള്ളൂ. അതിനെ ഈ സമ്പന്നൻ പിടിച്ച് അതിനെ തിന്നു എന്ന് പറയുന്ന ഭാഗം. അത് കേട്ടപ്പോൾ ദാവീദ് എന്താ പറഞ്ഞേ? അത് ആരാണെങ്കിലും അവൻ വധിക്കപ്പെടണം, ആ തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും വധിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ദാവീദിന് സ്വന്തം തെറ്റ് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്ന് തൻ്റെ നീതിബോധം വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോഴല്ലേ നാഥാൻ പ്രവാചകൻ പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോൾ ദാവീദിന് ബോധം വന്നു, അത് ശരിയാണ്. അനുതാപമുണ്ടായി, സങ്കടമുണ്ടായി. ഇത് ഒരു എക്സാമ്പിൾ സത്യത്തിൽ സംഭവിച്ചൊരു സംഭവമാണല്ലോ ദൈവമക്കളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ അബദ്ധം പറ്റുന്നുണ്ട് എന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ഈ ഭാഗം ഓർപ്പിച്ചത്.
അപ്പം മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കുവാനും സ്വമേധ പാപങ്ങളെ അകറ്റുവാനും തൻ്റെ തെറ്റുകളെ ഗ്രഹിച്ച് തിരുത്തുവാനും ഒക്കെ സർവശക്തനായ ദൈവം നമുക്ക് ഈ നാളുകളിൽ അധികം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണിത്. യേശുക്രിസ്തു പറഞ്ഞ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ദൈവമക്കളെ വളരെ ഗൗരവമായി കാണേണ്ടതാണ്. 7-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ വായിച്ച തിരുവചന ഭാഗങ്ങളുണ്ടല്ലോ, വളരെ ഗൗരവമായി കണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിനെ ഉൾക്കൊണ്ടു പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് 5 വരെയുള്ള വാക്യങ്ങൾ എല്ലാം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അത് എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത്, സ്വന്തം കണ്ണിൽ കോലിരുന്നിട്ട് അന്യൻ്റെ കണ്ണിലെ കരട് നീക്കാൻ ശ്രമിക്കുന്ന ഭാഗം. എത്ര മനോഹരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ തിരുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് റോമാലേഖനത്തിലേക്ക് വന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിലെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആവക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആവക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ഛർദ്ദിച്ചു വയ്ക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ ദൈവമക്കളെ. വളരെ ഭംഗിയായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചു വായിക്കുകയും തിരുത്തേണ്ട ഭാഗങ്ങളിൽ തിരുത്തുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ കൂടി ദൈവജനം വായിച്ച് ധ്യാനിച്ചാൽ നന്നായിരുന്നു. സത്യദൈവത്തെ അറിയുവാൻ സർവ്വതും ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ച ദൈവത്തെ, ആ ദൈവത്തെ അറിഞ്ഞ് ദൈവമായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം മറ്റു പലതിനും മഹത്വം കൊടുക്കുന്ന ഭോഷനായ മനുഷ്യനെ പറ്റിയുള്ള പരാമർശനവും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ദൈവജനം ആ ഭാഗവും ശ്രദ്ധിച്ചു വായിക്കുകയും ആ വിഷയത്തിൽ നമുക്ക് കരുതലോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ആത്മീയ പക്വത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് യഥാർത്ഥമായ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ സത്യദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി തിരിഹിതം നിവർത്തിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലെ ഒരു വാക്യം കൂടി വായിക്കാം. അതിൻ്റെ 11-ാം അധ്യായത്തിൽ വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ. കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ സ്ഥിരം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നൊരു വാക്യമാണ്. അതായത് കർത്തൃമേശയെ സംബന്ധിക്കുമ്പോൾ അതിന് മുൻപ് നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാനുള്ളത്. അതിൽ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകും, അനേകരും നിദ്ര കൊള്ളുന്നു. എന്നിട്ട് അടുത്ത വാക്യം നോക്കും, 31-ാം വാക്യം. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മെ തന്നെ വിധിക്കാൻ യേശു കർത്താവ് പറഞ്ഞ വാക്യത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമാണ്. തിരുമേശയോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ നോക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനേക്കാളുപരി
എൻ്റെ കുറവ് എന്താണെന്ന് ഞാൻ സ്വയം കണ്ടെത്തി അന്വേഷിച്ച് അനുദപിച്ച് ദൈവത്തിന് ക്രമീകരണം വരുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടപെടുകയാണ്. തുടർന്ന് 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ: വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയുമരുത്, അവ കാലുകൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. ഈ 6-ാം വാക്യം സുപരിചിതമാണല്ലോ ദൈവമക്കളെ. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വ്യാഖ്യാനിക്കും എനിക്കറിയില്ല. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ ഇടുകയും അരുത്. ഇവിടെ ഒരു കാര്യം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമ്മളേതോ മറ്റൊരു ലക്കത്തിൽ മറ്റൊരു ഒരു ഭാഗത്ത് ഇതിനു മുൻപുള്ള നമ്മുടെ ചിന്തയിൽ ഏതോ ഒരു ഭാഗത്ത് ഈ വിഷയം ചിന്തിച്ചിട്ടുള്ളതാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളോട് ചേർത്ത് അശുദ്ധമായതും ശുദ്ധമായതും, സാമാന്യമായതും അശുദ്ധമായതും, അതായത് ഇവിടെ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്യം അല്ലേ? മുത്തുകളെ പന്നികൾക്ക് ഇട്ട് കൊടുക്കുകയും അരുത്. ഈ നായ്ക്കളെയും പന്നികളെയും കർത്താവ് കാണുന്ന കാഴ്ച എങ്ങനെയാന്ന് നോക്കൂ. അത് അല്പം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വിവാദപരമായ ഒരു വലിയ വിഷയമാണ്. പഴയ നിയമം നമുക്ക് ബാധകമല്ലെന്ന് വാദിക്കുന്ന വലിയ പ്രമാണിമാർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുമുണ്ടല്ലോ. നമ്മൾ ആ ഭാഗം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതുവരെ ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റപ്പെടുകയില്ലെന്നും അതിലെ ഉപദേശങ്ങൾ ആരെങ്കിലും ചെറുതായി പഠിപ്പിച്ചെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്നും വിളിക്കപ്പെടുമെന്നും യേശു സത്യം ചെയ്ത് പറഞ്ഞിട്ട് അത് ഗ്രഹിക്കാൻ കഴിയാതെ പഴയ നിയമം ബാധകമല്ല, നമുക്ക് തോന്നിയ പോലെ നടക്കാം എന്ന് പഠിപ്പിക്കുന്ന പമ്പരവിഡ്ഢികളുടെ വിവരക്കേട് കേട്ട് ചതിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധയുള്ളവരായിരിപ്പിൻ എന്ന് മാത്രം ദൈവജനത്തെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം ദൈവജനം വായിച്ച് ശ്രദ്ധിക്കണമേ. ആവർത്തന പുസ്തകം 14-ാം അധ്യായവും കൂടെ വായിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പന്നിയെ പറ്റിയുള്ള പരാമർശങ്ങൾ ധാരാളം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് ശബത്ത് നമുക്ക് ബാധകമായി, നമുക്ക് ആവശ്യമില്ല എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇസ്രായേലിൽ പോയി വന്ന ഒരു ദേവദാസൻ അവിടെ ആ ശബത്താചരണത്തെ പറ്റി ചില സൂചനകൾ നൽകിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കടകളടയ്ക്കും, ശനിയാഴ്ച ഒരു കടയും തുറക്കുകയില്ല, ഒരു പണിയും അവിടെ നടക്കുകയില്ല. തികഞ്ഞ വിശ്രമത്തിൻ്റെ ദിവസം, പ്രാർത്ഥനയുടെ ദിവസം. ദൈവം കൽപ്പിച്ചതുപോലെ ഇന്നും ഇസ്രായേൽ മക്കൾ ശബത്ത് ആചരിക്കുന്നു. ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘിക്കാൻ നമുക്ക് എവിടെ അവകാശം കിട്ടിയിരിക്കുന്നത്? അതെവിടെയാണ് മാറ്റിയത്? എന്നാണ് മാറ്റിയത്? ഇതൊന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞതുകൊണ്ട് നിവർത്തിച്ചു എന്ന് പറയുന്ന ദുർവ്യാഖ്യാനം നാം ഇടയ്ക്ക് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംശയമുള്ളവരെന്നെ വിളിച്ച് കൃത്യമായ മറുപടി പറയാം. ദൈവ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ പോലും 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് നടത്തി 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് നമുക്ക് മാതൃക നൽകിയ മഹാദൈവം. അതുപോലെ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനത്തിന് മരുഭൂ പ്രയാണത്തിൽ മന്ന വർഷിച്ചപ്പോൾ 6 ദിവസമേ മന്ന കൊടുത്തുള്ളൂ, 7-ാം ദിവസം മന്ന പോലും കൊടുത്തില്ല ദൈവം. അങ്ങനെ പവിത്രമായി വിശുദ്ധീകരിക്കപ്പെട്ട ശബത്താചരണം യഹൂദന്മാർക്ക് മാത്രമല്ല, ഏത് ദിവസം എന്നുള്ളതല്ല വിഷയം. 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം വിശ്രമിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം,
അലംഘനീയമാണ്. ഏത് കാലഘട്ടത്തിലും അത് അനുവർത്തിച്ചേ മതിയാവും. അത് മാറ്റപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ വരവരെയും അതുണ്ടാവും. 1000 ആണ്ട് വാഴ്ചയിലുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ യേശു കർത്താവ് ഇവിടെ ഭൂമിയിലുണ്ടല്ലോ. അതുവരെയും നിർബന്ധമായും അത് ചെയ്തേ പറ്റൂ. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ഗൗരവമായി കാണേണ്ടതാണ് അശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വേർപാട്. അശുദ്ധമായത് ദൈവമക്കൾക്ക് യോഗ്യമല്ലേയല്ല. അത് ഭക്ഷണത്തിൽ ഏതാണെങ്കിലും. പത്രോസിന് വെളിപ്പാട് കൊടുത്ത ആ ദർശനത്തിൽ തുപ്പട്ടിയിലിറക്കിയ എല്ലാ അശുദ്ധ മൃഗങ്ങളും നാൽക്കാലികളും ഒക്കെ കാണിച്ചിട്ട് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്യം വെച്ച് ആ ഭാഗം വെച്ചും, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്യം സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്നൊരു വാക്യമുള്ളത് കൊണ്ടും ഇതൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും പലരും നമുക്കിനി അത് ബാധകമല്ല, എല്ലാം ശുദ്ധമാണ്, എല്ലാം കഴിക്കാമെന്ന് പറയുന്നത്. ഞാനതിലേക്ക് കടക്കുന്ന നമ്മളൊരു ഭാഗം ചിന്തിച്ചതായതുകൊണ്ട് ആ വിഷയം ഇവിടെ പോകട്ടെ. ഇവിടെ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവർ നിർബന്ധിച്ച ആരെയും ഒരു കാരണവശാലും സുവിശേഷം പറയേണ്ട കാര്യമില്ല. അതായത് കേൾക്കാൻ താല്പര്യമുള്ളവരോട് മാത്രം പറഞ്ഞാൽ മതി. നിർബന്ധപൂർവം പറഞ്ഞ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇത്. യേശു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. യേശു കർത്താവോ അപ്പസ്തലന്മാരോ നമുക്ക് അത്തരത്തിലൊരു മാതൃക കാണിച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവരോട് ദൈവസ്നേഹത്തെപ്പറ്റി വെളിപ്പെടുത്തി കൊടുക്കുന്നത് തെറ്റില്ല. അതാണ് പന്നികളുടെ മുൻപിൽ മുത്തിട്ട് കൊടുക്കരുത്. ഇത് രണ്ടും വളരെ ഗൗരവമേറിയ ചിന്തകളാണ്. എവിടെയും കയറി ഈ കൺവെൻഷനൊക്കെ കയറി ചുമ്മാ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്നത് എനിക്കതിനോടൊന്നും യോജിപ്പില്ല. കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ കാലമേ പോയി. സത്യത്തിൽ അതൊന്നും ആവശ്യമില്ല. ഈ സുവിശേഷത്തിന് യഥാർത്ഥമായ ആത്മപ്രേരണയുള്ള താല്പര്യമുള്ളവർ യേശു കർത്താവ് പറഞ്ഞതുപോലെ ഏകാന്തതയിലിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് സമയം പോലെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിച്ച് ദൈവിക അധികാരം പ്രാപിച്ച് കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി തീരുന്ന ഒരനുഭവം ഉണ്ടായ ശേഷം സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങണം. അല്ലാതെ കുറേ ജനത്തെ കൂട്ടിവരുത്തി ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അതിൻ്റെ ആവശ്യമേ ഇല്ല. അതല്ല സുവിശേഷ പ്രവർത്തനം. വീടാന്തരം കയറി സുവിശേഷം പറയുന്നത് തെറ്റില്ല. അതും ഒരു വീട്ടിൽ രോഗി കിടപ്പുണ്ടെങ്കിൽ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുത്തക്കണം അടയാളം പ്രവർത്തിക്കാനുള്ള ദൈവിക അധികാരം പ്രാപിച്ച ശേഷം പോയി ശുശ്രൂഷിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ചുമ്മാ പോയി വായിട്ടലച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടായിട്ട് കൂട്ടിയാൽ മതി. അത് തിരുവചനവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയില്ല, അതാ വിഷയം. എൻ്റെ മനസ്സിലുള്ള ബോധ്യം ഇതാണ്. ദൈവശക്തി ആദ്യം കാത്തിരുന്ന് പ്രാപിച്ച ശേഷം, ദൈവനിയോഗം പ്രാപിച്ച ശേഷം സുവിശേഷ പ്രവർത്തനത്തിന് പോവുക. അത് ഫലം കായ്ക്കും. അത് പറയേണ്ടതുപോലെ പറയാനും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിപ്പാനും ജീവിതങ്ങളിൽ രൂപാന്തരമുണ്ടാകുവാനും ദൈവം ഇടയാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഞാൻ ആ ഭാഗം ഇവിടെ വിടുകയാണ്. നമുക്ക് അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെ വായിക്കാമല്ലോ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ. ഈ വാക്യം ദയവായി ഒന്ന് ശ്രദ്ധിക്കൂ ദൈവമക്കളെ. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ യേശു കർത്താവ് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. യേശു കർത്താവ് പറഞ്ഞ ഈ മനോഹരമായ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ ദൈവമക്കളെ. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? ദോഷികളായ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുള്ളൂ. മോശമായ ദോഷമായതൊന്നും ചെയ്യത്തില്ലല്ലോ. അങ്ങനെയെങ്കിൽ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം തന്നെയായ സ്വർഗീയ പിതാവ്
തന്നോട് യാചിക്കുന്നവർക്ക് എത്രയോ അധികമായി നന്മ നൽകുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട നല്ലൊരു അനുഗ്രഹീത വാക്യമാണിത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതാണ് ന്യായപ്രമാണവും പ്രവാചകൻ. എന്ത് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയവും വിശദീകരണം ആവശ്യമില്ലല്ലോ, വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ ദൈവമക്കളെ. ഞാൻ ആദ്യ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എൻ്റെ ശ്രോതാക്കൾ ദയവായി പലവട്ടം വായിച്ച് കഴിയുമെങ്കിൽ കാണാപ്പാഠം പഠിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ബന്ധപ്പെടണം, ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. ദൈവമേ ഇവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.